ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷമാമാണ്. നല്ലോണം പഴുത്ത ഷമാമിനെ എടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഒരു ഷമാമിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഷമാമാണ്, അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് അതിലേക്ക് നല്ല പഴുത്ത മാങ്ങ, ഇതിപ്പോൾ 2 പഴുത്ത മാങ്ങ ഉണ്ട്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 1 മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാലുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള പാൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഇതാ കസ്റ്റാർഡാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ അതിൽ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം തണുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മിൽക്ക് മെയ്ഡും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ആവശ്യത്തിലുള്ള മിൽക്ക് മെയ്ഡും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഐസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നല്ല ഐസ് വാട്ടറിനെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്നുമില്ല, നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ലൂസ് ആക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. കുറച്ച് കട്ടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തണുത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഇതാ അതിലേക്ക് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്കസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ആപ്പിളാണ്. ആപ്പിൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആപ്പിൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്